എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഇവിടെ ദർശിക്കുമ്പോൾ കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്തുമസ് എന്താണെന്നും അത് നമ്മളെ ആഘോഷിക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്നും ഒന്ന് രണ്ട് ചെറിയ വാക്കുകളിലൂടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കഷ്ടതയിൽ അകപ്പെട്ടിരുന്ന വേദനയിലായിരുന്ന ജനങ്ങൾക്ക് പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തെ പുത്രനിലൂടെ ഈ ലോകത്തിലേക്ക് തന്ന്, അതായത് ഒരു മനുഷ്യനായി അവതരിപ്പിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്കും വേദനകൾക്കും പരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ സ്വയമായി ഏൽപ്പിച്ചു തന്ന് ആ ഒരു സ്നേഹത്തെ വെളിപ്പെടുത്തിയ ആ ഒരു ജനനത്തെ നമ്മൾ പ്രകീർത്തിക്കുന്ന ആ ഒരു ദിവസത്തെയാണ് ക്രിസ്മസ് എന്നുള്ള ഒരു സന്തോഷത്തിലൂടെ കൊണ്ടാടുന്നത്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ പൊരുളെന്നത് പരസ്പരം സന്തോഷം പങ്കിടുക, പരസ്പരം മറ്റുള്ളവരെ കൈത്താങ്ങുക, മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ അവർക്ക് വേണ്ടി അവരോട് കൂടെ ആയിരിക്കുക എന്നതാണ്. യേശുക്രിസ്തു അത് തന്നെയാണ് ലോകത്തിലേക്ക് നമുക്ക് നൽകിയത്. അവരവരെ സ്വയമായി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾക്ക് മാതൃകയായിരുന്ന് മറ്റുള്ളവരോട് സഹകരിപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമ്മളെ അവിടുന്ന് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നു. ആ ഒരു വലിയ സന്തോഷത്തെ നമ്മളെല്ലാവരും പിന്തുടരണം. എല്ലാവരും അതിൻ്റെ മാതൃക നമ്മൾ പിൻപറ്റണം. നമ്മൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക. അതിലുപരിയായി ക്രിസ്മസിൻ്റെ വേറൊരു സന്ദേശമില്ല. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘാടകർ, പ്രിയ ടീച്ചേഴ്സ്, പ്രിയ മക്കള്, എല്ലാവരോടുമുള്ള ക്രിസ്മസിൻ്റെ വലിയ സന്തോഷത്തെ ഈ സമയത്ത് അറിയിക്കുന്നു.